ഫെറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ചെറിയ ഫെറി ഒന്നല്ല കേട്ടോ. ഒരു ചെറിയൊരു കപ്പൽ തന്നെയാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിൽ ഡക്കിൽ കയറാനും അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും. ഞങ്ങളിപ്പോൾ വെല്ലിംഗ്ടണിലാണ്. രാവിലെ സമയം 7 മണി. നല്ല കാറ്റാണ്. വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഈ തലസ്ഥാന നഗരം, ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാന നഗരമായ വെല്ലിംഗ്ടണിൽ എപ്പോഴും കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ വന്നു. ഞങ്ങളുടെ ഫെറി 8:45 6:15 മുതൽ ഇവിടെ ചെക്കിൻ തുടങ്ങി. ഞങ്ങളുടെ ചെക്കിൻ കഴിഞ്ഞിട്ട് അവർ തന്ന നമ്പറുണ്ട്. ഓരോ നമ്പറിലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുക. ഞങ്ങളുടെ 12ാം നമ്പറാണ്. അതുപോലെ 11, അങ്ങനെ 1 മുതൽ ഏകദേശം ഒരു 20 നമ്പറുകളുണ്ട്. അപ്പോൾ ആ നമ്പറുകളിൽ നമുക്ക് തന്നിരിക്കുന്ന ബോർഡിംഗ് പാസിൽ നമ്പർ ഉണ്ടാവും. അത് വെച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നമ്മുടെ പുറയിൽ ഒത്തിരി മോട്ടോർ ഹോമുകൾ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഒത്തിരി സെയിം കമ്പനിയുടെ തന്നെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ മറ്റ് പല കമ്പനികളുടെയും ഒത്തിരി വന്ന് കിടക്കുന്നുണ്ട്. 8:45 ഞങ്ങളുടെ ഫെറി. എൻ്റെ തൊട്ട് മുന്നിൽ തന്നെ കപ്പൽ കിടപ്പുണ്ട്. ഫെറി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ചെറിയ ഫെറി ഒന്നല്ല കേട്ടോ. ഒരു ചെറിയൊരു കപ്പൽ തന്നെയാണ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിൽ ഡക്കിൽ കയറാനും അതിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റും ഷോപ്പിങ്ങിന് പറ്റിയ കടകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 6 മണിയായപ്പോൾ വന്നു. രാവിലെ ഞങ്ങൾ വെല്ലിംഗ്ടണിലാണ് നല്ല നൈറ്റ് സ്റ്റേ ചെയ്തത്. നൈറ്റ് ഞങ്ങൾക്ക് ഓവർനൈറ്റ് വണ്ടിയിൽ പവർ കയറ്റാൻ പറ്റി. അതുകൊണ്ട് അത് ഓക്കെ ആയിരുന്നു. നല്ല കാറ്റാണ്, നല്ല കാറ്റ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ജസ്റ്റ് വണ്ടികളൊക്കെ വന്ന് കിടക്കുന്ന കാഴ്ചകൾ കാണാം. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ വന്നാൽ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ആ സ്ലോട്ട് പിടിക്കാൻ പറ്റും. 1, 2 നമുക്ക് ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, പുറത്ത് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ സൗകര്യത്തിന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലോട്ട് കടന്നു പോകുന്നത്. നോർത്ത് ഐലൻഡ്, ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് 2 ഐലൻഡുകൾ കൂടുന്നതാണ്. അപ്പോൾ ആ 2 ഐലൻഡുകളിൽ നോർത്ത് ഐലൻഡിലാണ് വെല്ലിംഗ്ടൺ മുതൽ ഫാങ്കരെ അല്ലെങ്കിൽ കെരിക്കരി വരെയൊക്കെയുള്ള സ്ഥലങ്ങൾ, ഓക്ക്ലാൻഡ് എല്ലാം നോർത്ത് ഐലൻഡിൽ പെടുന്നതാണ്. സൗത്ത് ഐലൻഡിൽ വരുന്ന സ്ഥലങ്ങളാണ് ക്രൈസ്റ്റ് ചർച്ച് മുതൽ ഇൻവർകാർഗിൽ വരെയൊക്കെ. അതിലാണ് നമ്മുടെ ക്യൂൻസ് ടൗണും അതുപോലെ മറ്റ് മെയിൻ സ്ഥലങ്ങൾ നെൽസനും എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നോർത്ത് ഐലൻഡിൽ നിന്ന് സൗത്ത് ഐലൻഡിലോട്ട് പോകുന്ന വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോർത്ത് ഐലൻഡിൽ നിന്ന് നമുക്ക് റോഡ് മാർഗം പോകാൻ മാർഗമില്ല, വഴിയില്ല. നമുക്ക് ഒന്നെങ്കിൽ ഫ്ലൈറ്റിന് പോകണം, അതല്ല എങ്കിൽ ഇതുപോലെ കപ്പലിന് ഫെറി കടന്ന് വേണം പോകാൻ. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇതിൻ്റെ ലെവൽ 3. ഇത് 10 നിലയുള്ള ഒരു കപ്പലാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഇതിനെ പറയുന്നത് ഫെറി എന്നാണ്. പക്ഷെ ഇതൊരു വലിയൊരു കപ്പൽ തന്നെയാണ്. 10 നിലയുണ്ട്. നമ്മൾ ഇതിൻ്റെ 2ാം നിലയിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് മുകളിലോട്ട് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇനി അങ്ങോട്ട് വണ്ടിയുടെ അവിടേക്ക് പോകാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളിപ്പോൾ ഡക്കിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നാലും നമുക്ക് ഇതിൻ്റെ മൊത്തം കാഴ്ചകൾ കാണാം കേട്ടോ. മൊത്തം വെല്ലിംഗ്ടണിൻ്റെ ഏകദേശം അത്യാവശ്യം നല്ല ഏരിയാസ് കാണാം. പിന്നെ ഇതേപോലെ തന്നെ ഇനിയും കപ്പലുകൾ ഇപ്പുറത്ത് കിടപ്പുണ്ട്. മഴ പെയ്യുന്നുണ്ട്. സമയം രാവിലെ 8:15 മഴയും പെയ്യുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കൽ നടക്കത്തില്ല. ഞങ്ങൾ താഴെ ഇനി മറ്റ് ലെവലുകളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
3.5 മണിക്കൂറാണ് നോർത്ത് ഐലൻഡിലെ വെല്ലിംഗ്ടണിൽ നിന്ന് സൗത്ത് ഐലൻഡിലെ പിക്ടണിൽ എത്താൻ എടുക്കുന്നത്. കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ കപ്പൽ നല്ലവണ്ണം ആടി ഉലയാനും യാത്രക്കാർ ഛർദ്ദിക്കാനും സാധ്യതയുണ്ട്. കപ്പലിൻ്റെ മുൻവശത്തിരിക്കാതെ പുറകുവശത്തിരിക്കുകയാണെങ്കിൽ അസ്വസ്ഥത കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. പല കമ്പനികളുടെയും കപ്പലുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ബ്ലൂ ബ്രിഡ്ജ്, ഇന്റർ ഐലൻഡർ എന്നീ കമ്പനികളാണ് അതിൽ മെയിൻ. ഞങ്ങൾ ഇന്റർ ഐലൻഡറിലാണ് യാത്ര നടത്തിയത്. 24 മണിക്കൂറും ഫെറി സർവീസ് ഉണ്ട് കേട്ടോ. നേരത്തെ ബുക്ക് ചെയ്താൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റും സ്വന്തമാക്കാം. വെല്ലിംഗ്ടൺ ടു പിക്ടൺ ഫെറി എന്ന് ഗൂഗിൾ ചെയ്താൽ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഒരാൾക്ക് വണ്ടിയൊന്നുമില്ലാതെ ഒരു സൈഡിലോട്ട് മാത്രം ചിലവ് വരുന്നത് $78. നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയുടെ വലിപ്പം അനുസരിച്ച് അതിന് എക്സ്ട്രാ ചാർജും വരുന്നതാണ്. ഞങ്ങൾ 4 പേരും ഒരു മോട്ടോർ ഹോമും ഉൾപ്പെടെ 2 വശത്തേക്കും കൂടി $1250 ചിലവായി. ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു യാത്രയാണിത്. ഒരു രാജ്യം, 2 ദ്വീപ്. ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് സഞ്ചരിക്കാൻ റോഡില്ലാത്ത ഒരു രാജ്യം, അതാണ് ന്യൂസിലാൻഡ്. കപ്പൽ യാത്ര നിങ്ങളും എൻജോയ് ചെയ്തെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.